ഹലോ ഹായ് ഹോമീസ് കുക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇഷ്ടമില്ലേ കഷ്ണങ്ങളൊക്കെ തയ്യാറാക്കാം. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ കൂടുതൽ എടുത്താൽ മതി. മുളകൊക്കെ നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് രാവിലെ അപ്പത്തിൽക്കും നൂൽപുട്ടിൽക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിഴങ്ങ് ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തു. സവാള അങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്യണം. നമുക്കിതൊക്കെ കുക്കറിലിട്ട് കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി, വലിയ ജീരകം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ഒരു 3 വിസിലൊക്കെ വരണം. നമ്മൾ കിഴങ്ങും തക്കാളിയൊക്കെ നല്ല വെന്ത് വരണം. ഇങ്ങനെ നമ്മൾ സ്റ്റവിൽ വെച്ചെടുത്തു. ഇനി വിസിലൊക്കെ വരട്ടെ. നമ്മൾ കിഴങ്ങും ഉള്ളിയൊക്കെ വെന്ത് വരട്ടെ. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ വിസിലൊന്ന് ഓഫ് ചെയ്തതാണ്. സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ കിഴങ്ങും ഉള്ളിയും ഒക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇങ്ങനെ നിറച്ചെടുക്കുക. വെള്ളം കുറച്ച് കുറവുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കിഴങ്ങതൊക്കെ ഒന്ന് അടച്ചെടുക്കുക. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ട് ട്രൈ ചെയ്ത് കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇത് നമ്മൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണിത്. നമുക്കിനി താളിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് കൊടുത്തു. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമ്മൾ കിഴങ്ങ് ഇഷ്ടത്തിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കടുകൊക്കെ ഇട്ട് താളിച്ചു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ കറി ഇതാ തിളച്ചൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ തേങ്ങ ഇഷ്ടു റെഡി. രാവിലേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, തേങ്ങ ഒന്നും വെക്കാതെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.